ശരി. അതുല്യ അതുല്യ രാമചന്ദ്രനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. കേരള സാഹിത്യോത്സവം അവസാനിച്ചിട്ടും തീരാതെ ചർച്ചകൾ. ടിയും മുകുന്ദനും ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങൾ വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയത്. നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണത്തെക്കുറിച്ച് കെ ശൈലജ നടത്തിയ പുതിയ പ്രസ്താവനയും ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മേഘ്ന, KLF എല്ലാം കൊണ്ടും അതിൻ്റെ സമ്പുഷ്ടി വെളിവാക്കിയതാണ്. വിമർശനങ്ങളായിക്കോട്ടെ, അതിലെ ചർച്ചകളായിക്കോട്ടെ, അതിലെ രാഷ്ട്രീയമായിക്കോട്ടെ, ഒരുപക്ഷെ എല്ലാ പക്ഷവും അവരെയല്ല മറ്റവരെയാണ് ഈ വിമർശിച്ചത് എന്ന അർത്ഥത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഘട്ടം എന്ന് പറയുന്നത് കെ ശൈലജയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട്, വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടന്നതിന് ശേഷവും അതിലേക്ക് എത്താനാകാത്തൊരു പ്രതിസന്ധിയുണ്ട്. എന്തൊക്കെയാണ് ശൈലജ ടീച്ചർ ഈ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്? അജിംഷാദ്, ഇന്നലെയായിരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് തിരശ്ശീല വീണിട്ടുണ്ടായിരുന്നത്. എന്നാൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ നടന്ന ചർച്ചകളും സംവാദങ്ങളും ഒന്നും ഒട്ടും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം അത്രമാത്രം ചർച്ചകളും സംവാദങ്ങളുമാണ് അവിടെ നടന്നിട്ടുണ്ടായത്. ഒടുവിൽ ഇന്നലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അവസാനിക്കുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കെ ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറുടെ നിശ്ചയദാർഢ്യം കരുത്തായി എന്ന് പറയുന്ന ഒരു പുസ്തക ചർച്ചയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകയായ കെ ഷാഹിനയുമായിട്ടായിരുന്നു സംവാദം ഉണ്ടായിരുന്നത്. അതിൽ ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നത് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷമാണ് വനിതാ സംവരണ ബിൽ നിയമമാകുന്നത്. പക്ഷേ അതിൻ്റെ വ്യവസ്ഥകളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അതായത് ജനസംഖ്യ കണക്കെടുപ്പും അല്ലെങ്കിൽ മണ്ഡല പുനർനിർണ്ണയം അടക്കമുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നത് വനിതാ സംവരണ ബിൽ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാണ്, തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ഇത് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിലും വരുന്ന ലോക്സഭാ ഇലക്ഷനിലും നടപ്പിലാകാൻ പോവാത്ത ഒരു കാര്യമാണെന്നും സ്ത്രീകളുടെ വോട്ടുകൾ നേടാൻ വേണ്ടി മാത്രമാണ് ഇത്തരം നിയമം എന്ന് പറയുന്ന രീതിയിൽ വനിതാ സംവരണം നിയമമായി കൊണ്ടുവന്നതെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഇടതുമുന്നണിയുടെ ഒരു സ്ത്രീകളോടുള്ള പരിഗണനയുടെയോ അല്ലെങ്കിൽ സംവരണത്തിന്റെ വിഷയവും കൂടി പറഞ്ഞു വയ്ക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടാൻ വേണ്ടി ആലോചനയിലുണ്ടെന്നും തീരുമാനിക്കുന്നുണ്ട് എന്നും ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാനമായ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എത്രയും തുല്യത അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നിയമനിർമ്മാണ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം വരുത്തണം എന്നുള്ളതാണ്. മാത്രമല്ല മാധ്യമപ്രവർത്തകയായ കെ ഷാഹിന കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി ആവശ്യമല്ലേ എന്നുള്ള ചോദ്യം കെ ശൈലജ ടീച്ചറോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനും അനുകൂലമായിട്ടുള്ള മറുപടിയാണ് ശൈലജ ടീച്ചർ നൽകിയത്. അതായത് കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി ആവശ്യമാണ്, പക്ഷേ നിലവിൽ കേരളത്തിലെ മുഖ്യമന്ത്രി നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നും ശൈലജ ടീച്ചർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ നടന്ന ഇത്തരം ചർച്ചകൾ, അതായത് MT വാസുദേവൻ നായരും മുകുന്ദൻ അടക്കമുള്ള എഴുത്തുകാർ നടത്തിയ ചർച്ചകളും ശൈലജ ടീച്ചറുടെ ഈ പ്രസ്താവനയും ഒക്കെ വരുന്ന കാലങ്ങളിൽ, അതായത് ഒരു തിരഞ്ഞെടുപ്പ് വരെ വലിയൊരു രാഷ്ട്രീയ പ്രസ്താവനയായിട്ടും രാഷ്ട്രീയ നിലപാടും ഒക്കെ ആയിട്ട് വേണം കാണാൻ. അജിംഷാദ്, തീർച്ചയായും. അതായത് വനിതാ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ അത് വലിയ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ വിവാദത്തിന് വഴിവെക്കാവുന്നതാണ്. പക്ഷേ നിലവിലത്തെ മുഖ്യമന്ത്രി മെച്ചപ്പെട്ടത് തന്നെയാണ്, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ സമീപ ഭാവിയിൽ തന്നെ കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി വേണം. കാരണം വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ ശൈലജയെ ഉയർത്തി LDF നീങ്ങണം എന്ന വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അത് കൂടുതൽ രാഷ്ട്രീയ പ്രസക്തമാകുന്നതെന്ന് തോന്നുന്നു, അല്ലേ മേഘ്ന മുരളി? തീർച്ചയായും അജിംഷാദ്, രണ്ടാം തവണ ഇടതുമുന്നണി അധികാരത്തിൽ വന്ന സമയങ്ങളിൽ തന്നെ കെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണമെന്ന തരത്തിലുള്ള വാദങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടന്നതാണ്. വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ എത്തുമ്പോഴും കെ ശൈലജ ടീച്ചർ ആയിരുന്നു അതിന് അർഹ എന്നുള്ള രീതിയിലും ചർച്ചകൾ നടന്നതാണ്. ആ ഒരു രീതിയിൽ തന്നെ, ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കെ ഷാഹിന, മാധ്യമപ്രവർത്തകയായ കെ ഷാഹിന ശൈലജ ടീച്ചറോട് ഈ ചോദ്യം ആവർത്തിക്കുന്നത്. എന്നാൽ ശൈലജ ടീച്ചർ പറയുന്നത് വനിതാ മുഖ്യമന്ത്രി ആവശ്യമാണ്, എന്നാൽ ഇപ്പോൾ കേരളത്തിന് അതിനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിലും ഈ ഒരു ചർച്ച, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയൊരു ചർച്ച, അതായത് കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളും മറ്റും പരിഗണിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ നല്ലൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. സ്ത്രീകൾ MLA-മാരായ സ്ത്രീകളിൽ ഏറ്റവും കഴിവുറ്റ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ശൈലജ ടീച്ചർ. ആ ഒരു സാഹചര്യത്തിൽ അന്നേ തുടങ്ങി വെച്ച ചർച്ചയുടെ ഒരു തുടർച്ച എന്ന രീതിയിലാണ് സാഹിത്യോത്സവത്തിന്റെ വേദിയിലും ഈ ഇങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ശൈലജ ടീച്ചർ ഇതിനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അത് ഒരു പക്ഷത്തേക്ക് മാത്രമായി ചുരുക്കുക എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. കാരണം LDF-നെ സംബന്ധിച്ച് അത്തരത്തിലൊരു ചർച്ച നടക്കുന്നു. UDF-നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടാകുന്നില്ല.
ഒരു വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു ഗതികളും അതിൻ്റെ ദിശകളിൽ കാണുന്നില്ല. അതുകൂടി ആ ചർച്ചയുടെയും ചോദ്യങ്ങളുടെയും പദവിന്യാസത്തിന് പിന്നിലില്ലേ മേഘ്ന? തീർച്ചയായും ജിംഷാദ്, കാരണം ഏത് മുന്നണിയാണെങ്കിലും അതിപ്പോൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും എല്ലാ തരത്തിലും കൃത്യമായിട്ടും വനിതാ പ്രാതിനിധ്യം ഉണ്ടെങ്കിലും അവരെ ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ ജയിക്കുന്ന സീറ്റുകളിൽ സ്ത്രീകളെ മത്സരിപ്പിക്കാനോ കാണുന്നൊരു പ്രവണത വളരെ കുറവാണ്. അതായത് സ്ത്രീ സംവരണം എന്ന് പറയുമ്പോഴും ഏതെങ്കിലും തോൽവി അറിയുന്ന അല്ലെങ്കിൽ ജയസാധ്യത ഇല്ലാത്ത സീറ്റുകളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്ന പ്രവണതയൊക്കെ എല്ലാ മുന്നണികളിലും നമ്മൾ കാണുന്നതാണ്. മാത്രമല്ല, ഇന്നലെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ അല്ലെങ്കിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. തുല്യ സ്ത്രീ പ്രാതിനിധ്യ കേരളം എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂട്ടായ്മയുടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അവർ മുന്നോട്ട് വയ്ക്കുന്നതും ഇത് 1,00,000 ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് എല്ലാ മുന്നണികൾക്കും ഈ സ്ത്രീകളുടെ മുന്നേറ്റം അല്ലെങ്കിൽ സ്ത്രീകളെ ജയിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ള ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മേഘന ഇപ്പോൾ സൂചിപ്പിച്ച റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. അധികാര സ്ഥാനങ്ങളിലെ തുല്യ പ്രാധാന്യത്തിന് വേണ്ടി ശക്തമായ ആവശ്യം ഉയർന്നു വരാൻ തുടങ്ങുന്ന ഒരു കാലത്ത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും സ്ത്രീ സംവരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സാഹിത്യോത്സവത്തിന്റെ വേദിയിൽ ഒപ്പ് ശേഖരിച്ച ക്യാമ്പയിൻ നടന്നു. ആ വാർത്തയിലേക്ക് തന്നെ പോകാം.